ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സെയിൽസ്ഫോഴ്സ് മലയാളം. ഇപ്പം നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കാണ് പെർമിഷൻ സെറ്റ് ഗ്രൂപ്പ്സ്. വീഡിയോയിലോട്ട് കടക്കും മുമ്പ് ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ സെയിൽസ്ഫോഴ്സിലേക്ക് ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ സെയിൽസ്ഫോഴ്സ് അക്കാദമിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഡെയിലി ക്ലാസ്സസ് ആൻഡ് വീക്കെൻഡ് ക്ലാസ്സസ് അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു സെയിൽസ്ഫോഴ്സ് മലയാളം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പ്രൊഫൈൽസ് എന്താണ്, പെർമിഷൻ സെറ്റ് എന്താണെന്നൊക്കെ പറഞ്ഞിരുന്നു. കണ്ടിട്ടില്ലാത്തവർക്കൊന്ന് കണ്ടു നോക്കാവുന്നതാണ്. ഓക്കെ, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പെർമിഷൻ സെറ്റ് ഗ്രൂപ്പ്സിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് പെർമിഷൻ സെറ്റ് ഗ്രൂപ്പ്സ്? പേര് പോലെ തന്നെ പെർമിഷൻ സെറ്റിൻ്റെ ഒരു ഗ്രൂപ്പാണ് പെർമിഷൻ സെറ്റ് ഗ്രൂപ്പ് ബേസിക്കലി. സോ ഒരു യൂസറിന് ഒന്നിലധികം പെർമിഷൻ സെറ്റ് നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കാൻ നമുക്കറിയാം. അതേസമയം നിങ്ങളുടെ ഓർഗിൽ ഒരു 100-ലധികം യൂസേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഓരോ യൂസറിനും സെപ്പറേറ്റ് ആയിട്ട് പെർമിഷൻ സെറ്റ് ക്രിയേറ്റ് ചെയ്യുക, സെപ്പറേറ്റ് ആയിട്ട് ഓരോരുത്തർക്കും അസൈൻ ചെയ്യുക എന്ന് പറയുന്നത് ഒരു ടാസ്ക്കാണ്. അതുപോലെ തന്നെ കുറേ നാൾ കഴിയുമ്പോഴേക്കും ഏതൊക്കെ പെർമിഷൻസ് ഏതൊക്കെ യൂസേഴ്സിന് നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ടെന്നും ഏതൊക്കെ യൂസേഴ്സിന് പെർമിഷൻസ് കൊടുക്കാനുണ്ടെന്നും നമ്മൾ കൺഫ്യൂസ്ഡ് ആവാൻ സാധ്യതയുണ്ട്. നമ്മൾ ഇൻ ദ സെൻസ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്. ഈ ഒരു അവസരത്തിലാണ് നമ്മൾ പെർമിഷൻ സെറ്റ് ഗ്രൂപ്പ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, കുറച്ചുകൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ടൊരു സിമ്പിൾ ഉദാഹരണം പറയാം. നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ടൂറിനൊക്കെ പോകാറുണ്ടല്ലോ. പോയിട്ട് വന്നു കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ കുറേ ഫോട്ടോസ് ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിന് സെപ്പറേറ്റ് ആയിട്ട് അയച്ചു കൊടുക്കുന്നതിന് വരെ നമ്മൾ എന്താ ചെയ്യുക? നമ്മളിപ്പം വാട്സപ്പ് ആണെങ്കിൽ വാട്സപ്പിൽ നമ്മളൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ ഏതൊക്കെ ഫ്രണ്ട്സിനാണോ ഈ ഫോട്ടോസ് അയക്കേണ്ടത് അവരെല്ലാം കൂടെ നമ്മൾ ആ ഗ്രൂപ്പിനകത്ത് പിടിച്ച് ആഡ് ചെയ്യും. എന്നിട്ട് ഒരൊറ്റ തവണ നമ്മുടെ ഫോട്ടോസ് എല്ലാം ആ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യും. അപ്പോൾ ആ ഗ്രൂപ്പിനകത്തുള്ള എല്ലാ ആളുകൾക്കും ആ ഫോട്ടോസ് കിട്ടും. ഇതുപോലെ തന്നെയാണ് പെർമിഷൻ സെറ്റ് ഗ്രൂപ്പും. അതായത് ഒരു സെറ്റ് ഓഫ് പെർമിഷൻസിനെ അടങ്ങിയ ഒരു ഗ്രൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ അതിനകത്തേക്ക് കുറേ യൂസേഴ്സിനെ ആഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ അതിനകത്തുള്ള എല്ലാ യൂസേഴ്സിനും അതിൽ അസൈൻ ചെയ്തിരിക്കുന്ന എല്ലാ പെർമിഷൻസും കിട്ടും. പെർമിഷൻ സെറ്റ് ഗ്രൂപ്പിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെർമിഷൻസ് ആഡ് ചെയ്യാൻ മാത്രമല്ല അതിനകത്ത് ഓൾറെഡി ഉള്ള പെർമിഷൻസിന് മ്യൂട്ട് ചെയ്യാനും സാധിക്കും. ഓക്കെ, നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് നമ്മൾ ആദ്യം ഒരു പെർമിഷൻ സെറ്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഗിയർ ഐക്കൺ ക്ലിക്ക് ചെയ്യുക, അവിടുന്ന് സെറ്റപ്പിലേക്ക് പോവുക. ഓക്കെ, ഇവിടെ ക്വിക്ക് ഫൈൻഡ് ബോക്സിൽ നമുക്ക് പെർമിഷൻ സെറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് വെക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്കിവിടെ പെർമിഷൻ സെറ്റ് ഗ്രൂപ്പ് വന്നു, അതുപോലെ പെർമിഷൻ സെറ്റ് വന്നു. നമുക്ക് ആദ്യം പെർമിഷൻ സെറ്റാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ നമുക്ക് പുതിയൊരു പെർമിഷൻ സെറ്റ് ക്രിയേറ്റ് ചെയ്യാം. പെർമിഷൻ സെറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ള ഡീറ്റെയിൽ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമുക്കൊരു ലേബൽ കൊടുക്കാം. നമുക്കിവിടെ അക്കൗണ്ട് ഫുൾ ആക്സസ് എന്ന് പറയുന്ന ഒരു പെർമിഷൻ സെറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഓൾ റൈറ്റ്, ലൈസൻസ് ഒന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല. സേവിങ് ഇറ്റ്. ഓക്കെ, ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ അക്കൗണ്ട് എന്ന് പറയുന്ന ഒബ്ജക്റ്റിനകത്തേക്ക് പോകാം. എന്നിട്ട് അവിടെ അക്കൗണ്ടിനകത്തുള്ള ഫുൾ പെർമിഷൻസും നമുക്ക് ഈ ഒരു പ്രൊഫൈൽ സെറ്റിന് അസൈൻ ചെയ്ത് കൊടുക്കാം. എന്താ ചെയ്യുക? ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് സെറ്റിങ്സിൽ പോകുന്നു. ഇവിടുന്ന് അക്കൗണ്ട് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ഓപ്പൺ ചെയ്യുന്നു, എഡിറ്റ് ചെയ്യാം. എന്നിട്ട് അക്കൗണ്ടിനകത്തുള്ള മുഴുവൻ പെർമിഷൻസും ആഡ് ചെയ്യാം. അതായത് റീഡ്, ക്രിയേറ്റ്, എഡിറ്റ്, ഡിലീറ്റ്, വ്യൂ ആൾ ആൻഡ് മോഡിഫൈ ഓൾ. സോ ഈ വ്യൂ ആൾ ആൻഡ് മോഡിഫൈ ഓൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സെറ്റിങ്സാണ് ശരിക്കും. അതുപോലെ തന്നെ ഫീൽഡ് പെർമിഷനകത്തുനിന്ന് ഞാൻ റീഡ് ഓൾ, എഡിറ്റ് ഓൾ ഓപ്ഷൻസ് കൊടുക്കുന്നു. അതായത് ഒരു ഒബ്ജക്റ്റിലുള്ള എല്ലാ പെർമിഷനും നമ്മൾ ഈ ഒരു പെർമിഷൻ സെറ്റ് അസൈൻ ചെയ്യുന്ന യൂസറിന് ആഡ് ചെയ്തേക്കണം. ഇതുപോലെ തന്നെ മറ്റൊരു പെർമിഷൻ സെറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അത് നമുക്ക് കോൺടാക്റ്റ് ഒബ്ജക്റ്റിൽ ക്രിയേറ്റ് ചെയ്യാം. സോ കോൺടാക്റ്റ് ഓൾ ആക്സസ്, നെക്സ്റ്റ് കൊടുക്കാം. ഇവിടെ ഒബ്ജക്റ്റ് സെറ്റിങ്സിനകത്ത് നമുക്ക് കോൺടാക്റ്റ് സെർച്ച് ചെയ്യാം. കോൺടാക്റ്റ്. ഓക്കെ, സോ കോൺടാക്ട്സ്. ഇതിനകത്തുനിന്ന് നമുക്ക് കോൺടാക്റ്റിൽ ഓൾ പെർമിഷൻസ് ആഡ് ചെയ്യാം. ഓക്കെ, അതുപോലെ ഫീൽഡ് സെറ്റപ്പ്, ഫീൽഡ് പെർമിഷനകത്ത് എല്ലാ ഫീൽഡ്സിലും റീഡ് ആൻഡ് എഡിറ്റ് ആക്സസ് കൊടുത്തിട്ടുണ്ട്. സേവ്. ഓക്കെ, നമ്മളിപ്പോൾ 2 പെർമിഷൻ സെറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ 2 പെർമിഷൻ സെറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഒരു അക്കൗണ്ടിനകത്തും അതുപോലെ കോൺടാക്റ്റിനകത്തുള്ള എല്ലാ പെർമിഷനും, അതായത് എല്ലാ ഫീൽഡിലേക്കും ഉള്ള എല്ലാത്തരം പെർമിഷനും നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ ഇതൊരു വളരെ പവർഫുള്ളായിട്ടുള്ളൊരു
സെറ്റിങ്സ് ആണ്. അതായത് അതിനകത്തൊരു വ്യൂ ഓൾ, മോഡിഫൈ ഓൾ എന്ന് പറയുന്ന 2 ബട്ടൺ നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു യൂസറിന് ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് എന്താ പറയുന്നത്, നമുക്ക് പ്രത്യേകിച്ച് ഹൈഡ് ചെയ്യാനായിട്ട് ഫീൽഡ് ഹൈഡോ സംഭവം ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ഇനി നമുക്ക് പെർമിഷൻ സെറ്റ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. അതിന് പെർമിഷൻ സെറ്റ് ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇവിടുന്ന് ന്യൂ പെർമിഷൻ സെറ്റ് ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്കൊരു ലേബൽ കൊടുക്കണം. നമ്മൾ അക്കൗണ്ട് ആൻഡ് കോൺടാക്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ലേബൽ ആഡ് ചെയ്തു. സോ ഓട്ടോമാറ്റിക്കലി എ പി ഐ നെയിം ജനറേറ്റ് ആയിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ കൊടുക്കാം, തൽക്കാലം ഞാൻ കൊടുക്കുന്നില്ല. നമുക്ക് സേവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പെർമിഷൻ സെറ്റ് ഗ്രൂപ്പ് ആഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ 2 പെർമിഷൻ സെറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് ഇവിടെ പെർമിഷൻ സെറ്റ് എന്ന് പറയുന്ന ഓപ്ഷനകത്ത് ഫസ്റ്റ് നമുക്ക് പെർമിഷൻ സെറ്റ് ഇൻ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പെർമിഷൻ സെറ്റ്, അതായത് ഫസ്റ്റ് വൺ ഇതാണ്, അക്കൗണ്ട് ഫുൾ ആക്സസ്. പിന്നീടുള്ളത് കോൺടാക്റ്റ് ആണ്. സോ കോൺടാക്റ്റ് ഓൾ ആക്സസ്, ഇത് രണ്ടും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഡൺ. ഓക്കെ, ബാക്ക് ടു പെർമിഷൻ സെറ്റ് ഗ്രൂപ്പ്. ഇനി നമുക്ക് ഈ പെർമിഷൻ സെറ്റ് ഗ്രൂപ്പിലേക്ക് നമ്മുടെ യൂസേഴ്സിനെ ആഡ് ചെയ്യാം. അതിന് ഈ മാനേജ് അസൈൻമെൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അടുത്തായിട്ട് നമുക്കിനി ഈ ഒരു പെർമിഷൻ സെറ്റ് ഗ്രൂപ്പിലേക്ക് യൂസേഴ്സിനെ ആഡ് ചെയ്യാം. അതിനെന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഈ ഇവിടെ മാനേജ് അസൈൻമെൻറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇതിനകത്ത് നമുക്ക് ഏതൊക്കെ യൂസറിനെയാണോ ഈ ഒരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യേണ്ടത് അവരെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. സോ ആഡ് അസൈൻമെൻറ്റ്. സോ ഇവിടെ ഞാൻ സെയിൽസ്ഫോഴ്സ് മലയാളം അതുപോലെ തന്നെ ടെസ്റ്റ് യൂസർ 1 എന്ന് പറയുന്ന 2 യൂസേഴ്സിനെ ആഡ് ചെയ്തു. നമുക്കിനി ഇത് സേവ് ചെയ്യാം. ഓക്കെ, ഡൺ. അങ്ങനെ ഈ 2 യൂസേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പെർമിഷൻ സെറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കോൺടാക്റ്റിലും അക്കൗണ്ടിലുമുള്ള എല്ലാ ആക്സസും നമ്മൾ ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്കിനി പുതിയ റിക്വയർമെൻറ്റ് വരുന്നു. അതായത് നിങ്ങൾക്കിപ്പോൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന അക്കൗണ്ടിനകത്തും കോൺടാക്റ്റിനകത്തും വ്യൂ ഓൾ ആൻഡ് മോഡിഫൈ ഓൾ എന്ന് പറയുന്ന 2 ഓപ്ഷൻസ് ഉണ്ട്. ഇത് വളരെ പവർഫുള്ളാണ്. കാരണം ഇത് നമ്മുടെ OWD, അതായത് ഓർഗനൈസേഷൻ വൈൽ ഡിഫോൾട്ടിനെ ഓവർ റൈഡ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ 2 പെർമിഷൻസ്, അതായത് വ്യൂ ഓൾ ആൻഡ് മോഡിഫൈ ഓൾ എന്ന് പറയുന്ന ആ 2 പെർമിഷൻസ് നമുക്ക് ഇവിടുന്ന് മ്യൂട്ട് ചെയ്യാം. അതിനെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പെർമിഷൻ സെറ്റ് ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യാം. ഇവിടെ നമുക്ക് മ്യൂട്ടിംഗ് പെർമിഷൻ സെറ്റ് ഇൻ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇത് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇവിടുന്ന് പുതിയൊരു മ്യൂട്ടിംഗ് പെർമിഷൻ ക്രിയേറ്റ് ചെയ്യാം. സോ അതിനെ ഇപ്പോൾ നമ്മൾ നോക്കി ഓട്ടോമാറ്റിക്കലി ഏത് പെർമിഷൻ സെറ്റ് ഗ്രൂപ്പാണോ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് അതിൻ്റെ പേര് അതിൻ്റെ ലാസ്റ്റ് മ്യൂട്ടഡ് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പോപ്പ് ഔട്ട് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇത് ചേഞ്ച് ചെയ്യാം. ഞാൻ തൽക്കാലം ഇത് തന്നെ കീപ്പ് ചെയ്യണം. സേവ്. എന്നിട്ട് ഇത് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, നമ്മുടെ പെർമിഷൻ സെറ്റ് പോലെ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് ഓപ്പൺ ആയി വരും. ഇതിനകത്ത് നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഒബ്ജക്റ്റ് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. അവിടുന്ന് നമുക്ക് അക്കൗണ്ടിലേക്ക് പോകാം. അക്കൗണ്ട് ഓൾറെഡി അവൈലബിൾ ആണ് അക്കൗണ്ട്സ്. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ ഒരു പെർമിഷൻ സെറ്റ് ഗ്രൂപ്പ് പ്രകാരം റീഡ്, ക്രിയേറ്റ്, എഡിറ്റ്, ഡിലീറ്റ് ആൻഡ് വ്യൂ ഓൾ ആൻഡ് മോഡിഫൈ ഓൾ ഇതെല്ലാം ഇനേബിൾഡ് ആണ്. നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ വ്യൂ ഓൾ ആൻഡ് മോഡിഫൈ ഓൾ എന്ന് പറഞ്ഞ ഈ 2 പെർമിഷൻസ് ഈ ഒരു ഗ്രൂപ്പിൽ നിന്ന് എടുത്ത് മാറ്റാൻ പോവുകയാണ്. അതിനെന്താ ചെയ്യുന്നത് വെച്ചാൽ വ്യൂ ഓൾ ആൻഡ് മോഡിഫൈ ഓൾ എന്ന് പറയുന്ന ഈ 2 ബട്ടൺ നമ്മൾ മ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. ഇറ്റ്സ് മ്യൂട്ടഡ്. ഓക്കെ, ആൻഡ് ബാക്കിയെല്ലാം അതേപോലെ നമ്മൾ നിലനിർത്തുന്നു ആൻഡ് സേവിങ് ഇറ്റ്. ഇപ്പോൾ എന്താ സംഭവിച്ചത് എന്ന് വെച്ചാൽ ഈ പെർമിഷൻ സെറ്റ് ഗ്രൂപ്പിനകത്ത് ഓൾറെഡി നമ്മൾ 2 പെർമിഷൻ സെറ്റ് ആഡ് ചെയ്തു. അതിനകത്ത് നമ്മൾ അക്കൗണ്ടിനകത്തും കോൺടാക്റ്റിനകത്തുള്ള എല്ലാ പെർമിഷൻസും എനേബിൾ ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, മ്യൂട്ടിംഗ് പെർമിഷൻ സെറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് അതിൽ നിന്ന് 2 ഓപ്ഷൻസ്, അതായത് വ്യൂ ഓൾ ആൻഡ് മോഡിഫൈ ഓൾ എന്ന് പറയുന്ന 2 ആക്സസിബിലിറ്റി എടുത്തു കളഞ്ഞു. ഇപ്പോൾ എങ്ങനെയാണ് പെർമിഷൻ സെറ്റ് ഗ്രൂപ്പ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.